ഹായ്, ഞാൻ ഷീമ. ഇന്ന് ഞാൻ പോകുന്നത് തമ്മനത്തേക്കാണ്. നമ്മുടെ പൊന്നുരുന്തി ആശ്രമത്തിലേക്കാണ് കേട്ടോ. അവിടെയാണ് ഞാൻ മരിച്ചാത്മാക്കളുടെ കുർബാനയ്ക്ക് പൈസ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സുബ്സിനും കൂടി കുറേ ദിവസമായി വിചാരിക്കുന്നു, പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുർബാന പണമൊക്കെ അടച്ചു കഴിഞ്ഞു. ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിയോഫനച്ചൻ്റെ കല്ലറയുണ്ട് സൈഡിൽ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക വിഷമങ്ങളും മനസ്സിനുണ്ടാവുന്ന ഭാരവും ഒക്കെ കുറയുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് അത്യാവശ്യം ഭക്തിയുള്ള ഒരാളാണ്, ഒത്തിരി എന്നല്ലെങ്കിലും പ്രാർത്ഥന ഒന്നും കൈവിടാറില്ല. എപ്പോഴും എനിക്ക് ദൈവം കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. കാരണം സിംസൺ വിദേശത്തായതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് സോപ്പ് പൊടിയൊക്കെ വാങ്ങിക്കാനുണ്ടായി, ക്ലീനിങ് ലോഷനും അങ്ങനെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ടൊരു കടയിൽ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു. എൻ്റെ ഒരു സാരിയുടെ ഡിസൈൻ ഇതാ വരുന്നത്, പക്ഷേ അതിൻ്റെ മുന്താണിയിൽ കൊടുത്തേക്കുന്ന ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് സൈഡ് അടിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ബ്ലൗസ് തയ്ക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിന് ഫ്ലീറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ടാസിൽസ് അതിൽ നിന്ന് തന്നെ അഴിച്ചിട്ട് രണ്ടാമത് പിടിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉച്ചയായപ്പോൾ ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നു ലൈറ്റൊക്കെ നടയിൽ പിടിപ്പിച്ച് തന്നു. വൈകുന്നേരം ആയപ്പോൾ സംസാരം എന്നോട് പറഞ്ഞു, എന്തായാലും നമുക്ക് പോത്തീസ് വരെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. മെയിനായിട്ട് എനിക്ക് 1-2 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ പ്രയർ ബുക്കൊക്കെ വെക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് 1-2 എണ്ണം മേടിച്ചു. തിരിയൊക്കെ ഇട്ട് വെക്കാനായിട്ടും അങ്ങനെയൊക്കെ 1-2 സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും പുട്ട് കുക്കർ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് പോയി നോക്കി. പക്ഷേ ഞാൻ ഈ അടുത്ത ദിവസം മേടിച്ചുകൊണ്ട് സംസാരനോട് ഇനി വേണമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ സാധനം ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കോട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി കുക്കർ. അതായത് നമ്മുടെ കുക്കറിൻ്റെ പോലെ തന്നെ മേളിൽ വിസിൽ വയ്ക്കുന്ന ആ ഒരു ഇതില്ലേ, ലിഡ് എന്നാണ് എന്താ പറയുക, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടൈറ്റ് ഫിറ്റുമാണ്, ആവി മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ പുട്ടുകുറ്റിയുടെ താഴെ വരുന്നത് കുക്കർ നമ്മൾ ഇടുന്ന പോലെ വിസിലിടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കാം സെയിം അതുപോലെ തന്നെ. അപ്പോൾ എന്തുകൊണ്ടും അത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി.